ഓക്കെ ഓക്കെ ടി വി പ്രസാദ് തിരച്ചിൽ തുടങ്ങട്ടെ. നമുക്ക് സംഭവിച്ചത് ഒരു കണ്ടു ടി വി, ഇതാണ് ദൃശ്യം. അങ്ങനെ അവർ സ്ക്രീൻഷോട്ട്, ഇതാണ് ദൃശ്യം. ടി വി പ്രസാദ് ആ ദൃശ്യങ്ങൾ ഇതാണ്. ഇത് ഒരിക്കൽ കൂടി നോക്കൂ, പൂർണ്ണ ദൃശ്യങ്ങളുണ്ട്. ആ യൂട്യൂബിൽ ഇത് കാട്ടിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ ക്ലിപ്പ് ഞാൻ അയച്ചു തരാം. നമുക്ക് ഇവർക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ ഇപ്പോൾ പറ്റില്ല. ഒരു പ്രതീക്ഷ കൊടുക്കാൻ ഇപ്പോൾ റംലയുണ്ടോ ലൈനിൽ? റംലയ്ക്ക് അത് ഷീജ തന്നെയാണോ? അത് ഉണ്ണി എന്ന് വിളിക്കുന്ന ഷീജ തന്നെയാണ് ഈ കൊണ്ടുപോകുന്നത് അല്ലേ? മറ്റൊന്നും അയക്കാതിരിക്കോ? ഉറപ്പല്ലേ? ആ ബന്ധുക്കളെ കാണിച്ചു കൊടുക്കാം. അവർ നിൽക്കുന്നത് അവിടെയാണ്. ടി വി പ്രസാദ് യൂട്യൂബിൽ നമ്മളുടെ ഈ സഹോദരൻ ഇതൊന്ന് കാട്ടിക്കൊടുക്കുമോ? ടി വി പ്രസാദ് ഒരു നിമിഷം, റംല നിൽക്കണം. റംല തന്ന ഇൻഫർമേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ടി വി പ്രസാദ് യൂട്യൂബിൽ ഈ വീഡിയോ നമ്മൾ റീപ്ലേ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ആ ദൃശ്യം ഒന്ന് സഹോദരനെ കാട്ടിക്കൊടുക്കൂ. ഇത് ക്ലിപ്പ് ചെയ്ത് തന്നെ നമുക്ക് കിട്ടണം. ഈ വിഷ്വൽ മാത്രം ക്ലിപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ ഓൺലൈനിൽ നിന്ന് ആ വിഷ്വൽ ക്ലിപ്പ് ചെയ്തെടുക്കുക. ഈ വിഷ്വൽ മാത്രം കാണിക്കുക. ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സുദേവന്റെ ഭാര്യ ഷീജയുടെ ദൃശ്യങ്ങളാണ് എന്നാണ് റംല പറയുന്നത്. ഇത് ഇനി സഹോദരനൊന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിർണായകമായൊരു തെളിവാണ്. റംല തന്ന ഇൻപുട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. ടി വി പ്രസാദ് നമുക്ക് കാണിക്കാൻ പറ്റുന്നുണ്ടോ? ആ യൂട്യൂബ് വിഷ്വൽ അവിടെ കിട്ടുന്നുണ്ടോ? സിഗ്നൽ ഉണ്ടോ? അല്ല. ഈ ദൃശ്യം കാണുമ്പോൾ എന്താണ് അല്ല എന്നാണ്? ദൃശ്യങ്ങളിൽ അല്ല എന്നാണ് പറയുന്നത് അരുൺ. സഹോദരൻ പറയുന്നത് അല്ല എന്നാണ്. അരുൺ കാണിക്കാൻ പറ്റി ദൃശ്യങ്ങളിൽ അല്ല. ഞാൻ കാണിക്കുകയാണ് അരുൺ. അല്ല, ഒഴിവായിക്കോളി. അല്ല. ശരി, ബന്ധു ക്ലാരിഫൈ ചെയ്തിട്ടില്ല. റംല ആ ഇൻപുട്ട് ശരിയല്ല. ആ വീഡിയോയിൽ കാണുന്നത് ഷീജ അല്ല എന്ന് സഹോദരൻ പറയുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു കാഴ്ചയും അതുപോലെയുണ്ട്. അതന്നെ ഏകദേശം സാമ്യമുണ്ടെന്നേ ഉള്ളൂ. ശരി, അപ്പോൾ അതാവാനുള്ള സാധ്യതയില്ല. വിട്ടേക്കൂ. ടി വി പ്രസാദ് തെരച്ചിൽ തുടർന്നോട്ടെ. കാരണം റംല തന്നൊരു വളരെ പ്രധാനപ്പെട്ട ഇൻപുട്ടാണ്. ഈ ദൃശ്യം ഷീജയുടെ ദൃശ്യവുമായി സാമ്യമുള്ളതായതുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത്. ഇതാണ് കേട്ടോ ഇന്നലെ നമ്മൾ പുറത്തുവിട്ട ദൃശ്യം. അത് ഷീജയുടെ ദൃശ്യമായിരുന്നില്ല. നിർഭാഗ്യവശാൽ ഒരു വലിയ പ്രതീക്ഷ ആ ഘട്ടത്തിൽ ജനിച്ചു. പക്ഷേ അത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നു. അത് ഷീജയല്ല എന്ന് ബോധ്യപ്പെടുന്നു. കാരണം ആ വീട്ടിൽ നിന്ന് നമ്മൾ ആ വീടിൻ്റെ ഘടന നോക്കുമ്പോൾ ഷീജ രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല. ഇത് മറ്റൊരു സ്ത്രീയാണ്. ഇത് ഷീജയല്ല. കാരണം ചൂരൽമലയുടെ ഭാഗത്ത് നിന്ന് എനിക്കൊന്ന് സാനിയോ മനോമിയുടെ ക്യാമറയിലാണ് ഇത് ഇന്നലെ പതിഞ്ഞത്. വെള്ളാർമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരിക്കാം. റംല തന്ന ഇൻപുട്ട് വളരെ ശരിയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഷീജയല്ല. കാരണം സാമ്യമുള്ള മറ്റൊരു യുവതിയാണത്. അതെ. സഹോദരൻ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതായത് ഇത് ഷീജ അല്ല എന്നാണ് സഹോദരൻ പറയുന്നത്. സാമ്യമുണ്ടെന്നും സഹോദരൻ പറയുന്നു. ജിഷ്ണുവിന്റെ വിഷ്വലും ഇതേപോലെ കിട്ടിയിരുന്നോ? തിരിച്ചറിയാൻ പറ്റിയിരുന്നോ? അവരോടൊന്ന് ചോദിക്കൂ, വിഷ്വൽ ഉണ്ടോ? അതിന്റെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാൻ പറയൂ. നമുക്ക് ഇതേപോലെ ക്രോസ് ചെക്ക് ചെയ്യാം. തീർച്ചയായിട്ടും അത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കണ്ടെത്താത്ത 191 പേരുണ്ട്. നമ്മളാൽ സാധ്യമാവുന്ന എല്ലാ സഹായവും നമുക്ക് കൊടുക്കാം. നമ്മുടെ ഏത് ദൃശ്യവും നമ്മുടെ ഫയലിൽ നിന്ന് നമുക്ക് തിരിച്ചെടുക്കാം. ആ ദൃശ്യങ്ങൾ തിരിച്ചെടുത്ത് നൽകാം. റംല എന്തായാലും ആ സുഹൃത്തിനോട് ചോദിച്ച് ജിഷ്ണുവിൻ്റെ ചിത്രം കൂടി ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കൂ. താങ്ക് യു. ചെറിയൊരു പ്രതീക്ഷ ജനിച്ചു ഈ ഘട്ടത്തിൽ. തീർച്ചയായും അത് ഒരു നിർണായകമായ തെളിവാണ്. പക്ഷേ അത് ഈ ഷീജയോട് സാമ്യമുള്ള മുഖമാണ് എന്നാണ് ഇപ്പോൾ സഹോദരൻ പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഷീജയല്ല എന്ന് പറയുമ്പോൾ സുദേവൻ്റെ കുടുംബം ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വീണ്ടും അടയുന്നു. 5 പേരടങ്ങിയ കുടുംബം. സുദേവൻ്റെ അമ്മയും സുദേവിൻ്റെ ഭാര്യയും 2 മക്കളുമാണ് അവിടെ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അവർ പുറത്തു വരാനുള്ള സാധ്യത കുറവാണ്. നമുക്കിനി പഴയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് നേരത്തെ റംല തെറ്റിദ്ധരിച്ച വിഷ്വൽസ്.